പോത്തുകൾ ഫസ്റ്റ് ഡേ ആയിട്ട് എക്സ്പീരിയൻസ്. നഫ് നഫ് चल बेटा क्यों ए नफ कम मैक्स ए ब्रोने ഇവൻ ജലസിലാണ്, ഇവന് കൊടുക്കുമെന്നുള്ള ഒരു ഇതിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്ലീപ്പിൽ അങ്ങനെയുള്ള കമാൻഡിൽ ട്രീറ്റ് കൊടുക്കണമെങ്കിൽ അങ്ങോട്ടേക്ക് ഇട്ടിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ കയ്യിലോട്ട് തിരിച്ച് റിട്ടേൺ വരുത്തിയിട്ട് കൊടുക്കരുത്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് ട്രീറ്റ് ത്രോ ചെയ്ത് കൊടുക്കുക. ഇനഫ് ബോയ് ക്യുക്ക്. Enough boy Max, cute. Oh, इतना बड़ा kick नहीं चाहिए. Enough sit. Good boy. Down. Down. Yes, kick. Salute. Good boy. Touch. Speak. Speak. Sit. Sit very well. Down. Sleep. Very good. Sleep. Sleep. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രീറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് അങ്ങനെ തന്നെ നല്ല രീതിയിൽ അതിൻ്റെ ബേസിക്കിലാണ് അങ്ങനെ ചെയ്യേണ്ടത്. അഡ്വാൻസിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എങ്ങനെ ക്യുക്ക് ഇവിടുന്ന് ട്രീറ്റ് കൊടുക്കുക. രണ്ട് സൈഡിൽ നിന്നും ട്രീറ്റ് കിട്ടുമെന്നുള്ള ഒരു തോന്നൽ വേണം ഡോഗിന്. നമസ്തേ നമസ്തേ. bro. Any
ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മോണോമാർ. ഇന്ന് നമ്മൾ ഇവരെ ഇത്ര ദിവസത്തെ നമ്മൾ നോർമൽ വീഡിയോസുകളൊക്കെ കണ്ടു. ഇപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോവാണ് ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഇവരെ ഒരു ദിവസത്തെ വർക്കൗട്ട്. ഇപ്പോൾ നമ്മൾ ഉറങ്ങിയിട്ട് ഇവനെ വിളിച്ചു കൊണ്ടുവന്നു. ഇവൻ പിന്നെ ഓൾറെഡി നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. മുമ്പൊക്കെ ഇവൻ ഈ ഗേറ്റ് തുറക്കുന്ന സമയത്ത് തന്നെ ഇങ്ങോട്ടൊന്ന് കാണിക്കും. ഈ ഗേറ്റ് തുറക്കുന്ന സമയത്ത് തന്നെ ഇവിടെ പല സ്റ്റാഫുകൾ വരും. അതായത് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ പല ആൾക്കാരായിട്ട് വരും. ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഇവൻ ഓടിപ്പോയാൽ പിന്നെ അതൊരു 2-3 മണിക്കൂറത്തെ പരിപാടിയാണ്. ഇവിടുത്തെ ഏരിയൊക്കെ കേട്ടിട്ട് ഒരു 2 ഏക്കറുണ്ട്. അപ്പോൾ അത്ര കിടന്ന് നടത്തുക. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിവരെ നോർമൽ ഡേയിലേക്ക് എങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ഇവന് നമ്മൾ ഈ കോളർ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നമ്മുടെ യങ് സ്റ്റുഡൻ്റാണ് അവൻ. ഒരു 4.5 ഇയറിലാണ് ഇവന് ഈ കോളർ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ട് നമ്മളൊരു ഡേ എന്ന് പറയണ. ക്യുക്ക് ക്യുക്ക് പുസ്. അപ്പോൾ നമ്മളിവരെ ഫ്രീ ആക്കാൻ പോവാട്ടോ. സിറ്റ്, ഇനഫ്, ക്യുക്ക് പുസ്, സിറ്റ്, ക്യുക്ക്, യെസ് ഗോ ഫ്രീ. ഇങ്ങനെ ഫ്രീ കമാൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പോവാം, യൂറിനൊക്കെ പാസ് ചെയ്യാം, പോട്ടിയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ ഹോൾഡ് ചെയ്യാം. കുറച്ച് ദൂരമുണ്ട് ഇവിടെ, നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ മറ്റേ ചുള്ളൻ വണ്ടിയുടെ മേലെ കയറിക്കുണ്ടല്ലോ അവിടെ. നഫ് ഇപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും, ലേബേഴ്സ് ഉണ്ട്, വണ്ടികളുണ്ട്. ഇവരൊക്കെ മേലോട്ട് പോവുക. ഇപ്പോൾ പിന്നെ ഇവനെ ലീഷിൽ തന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ബ്രൗൺ ഇങ്ങനെ ലീഷ് വലിച്ചു പോയിക്കൊണ്ടിരിക്കും. ഇവിടെയൊക്കെ നിറയെ ഡോഗ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡോഗ്സുകളുടെ സ്മെല്ലൊക്കെ എടുത്തിട്ട് ഇപ്പോഴും ആ ഒരു ഏരിയയിലേക്കാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ഒന്ന് നോക്കുന്നുണ്ട്. മാക്സിന് നമ്മൾ ഇപ്പോൾ ഈ ഒരു 7 ഡേയ്സിൽ അവൻ്റെ ഗേൾ ഫ്രണ്ടാണ് ഇത്. ഇപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോകട്ടെ. നമുക്കൊന്ന് കറക്ഷൻ ചെയ്ത് നോക്കാം. നഫ് കണ്ട, ഐ കോണ്ടാക്ട് എടുത്തിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഡാവ് അഡ്വാൻസ്ഡ് ഡാവാണ്. നഫ്. പക്ഷേ ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് നടന്നാൽ മതി, റീകോൾ ചെയ്ത് വന്നാൽ മതി. പക്ഷേ ഔട്ട് സൈഡിൽ ഇതുപോലെയില്ല, നല്ല ക്ലോസിൽ നടക്കണം. അവിടെ പബ്ലിക് റോഡാണ്. ഇവിടെ ഇവന് 4 വർഷമായിട്ട് അറിയുന്ന സ്ഥലമാണ്. അവന് ഏത് രീതിയിൽ വേണമെങ്കിലും നടക്കാനൊക്കെയുള്ള ഫ്രീഡം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ തന്നെ ഒരു 15-20 സ്ട്രേ ഡോഗ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പാടില്ല. ഓടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 മണിക്കൂർ കൊണ്ട് പിന്നാലെ ഓടാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവരെങ്ങനെയാണ് നമ്മളൊരു ദിവസം ഒക്കെ വെക്കുന്നത്, അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. ഇപ്പോൾ കണ്ടില്ലേ, മോർണിംഗ് നമ്മുടെ ഒപ്പം തന്നെ എണീക്കുന്നു. അതായത് ഇവൻ നമ്മുടെ ഒപ്പം തന്നെയാണ് ഉറങ്ങുന്നത്. നോർമലി ഇവരെ കെയർ ടേക്കേഴ്സിനേറ്റും ഒരു എക്സ്ട്രോഡിനറി, അതായത് കുറച്ച് ടിപ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്. കാരണം നമ്മളോട് ഒരു സ്നേഹം കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ അനുസരിക്കണം. നോർമലി ഉണ്ടായിരുന്നേറ്റൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇവരെ റൊട്ടീൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാത്രമായിട്ട് ഒരു വീഡിയോ കാണിക്കുക. ഏതൊക്കെ ഫുഡുകളാണ് ഡോഗ്സിന് നമ്മളായിട്ട് കൂടുതലായിട്ട് അറ്റാച്ച്മെൻറ്റ് വരാൻ വേണ്ടി കൊടുക്കേണ്ടത്, പെട്ടെന്ന് തന്നെ അവർ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനത്തെ ഫീഡുകൾ ഏത് സമയത്ത് എങ്ങനെയൊക്കെ കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇവരെ നോർമൽ ഒരു 1 ഡേ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എത്ര സമയം ഫീഡ് കൊടുക്കും, എത്ര സമയം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എത്ര സമയം. അവനൊക്കെ ആൽഫ ഡോഗ് കേട്ടോ. ഇവിടുത്തെ ഭീകരന്മാരാണ് നോക്കുന്നുണ്ട്. ഇനഫ്. അപ്പോൾ ഒരു ഇനഫ് എന്ന് പറയുന്ന കമാൻഡ്, ടൈമിങ്, ഗുഡ് വോയിസിൽ അപ്രിഷിയേഷൻ ചെയ്യുന്നത്. കോൺഫിഡൻസ് ഡോഗിന് കൈകൊണ്ട് മാത്രം പറ്റിയത് മാത്രമല്ല കേട്ടോ വരാം. ഡോഗിന് നമ്മൾ വോയിസ് കൊണ്ട് അപ്രിഷിയേറ്റ് ചെയ്താലും വരും. ആ
അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആളിൽ നല്ല ഇമോഷനിലാണ്. അതായത് നമുക്കൊരു മനസ്സോടുകൂടി പറയില്ലേ, ഇന്ന് പല ട്രെയിനർമാരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്നെന്താ ട്രെയിൻ ചെയ്തില്ല, ഡോഗിന് മൂഡുണ്ടായിരുന്നില്ല, അത് കാരണം കൊണ്ട് ഞാൻ ട്രെയിൻ ചെയ്തില്ല. അപ്പോൾ ഡോഗിൻ്റെ മൂഡിനനുസരിച്ചല്ല ഡോഗ് ചെയ്യേണ്ടത്, നമ്മൾ പറയുമ്പോൾ ഡോഗ് ചെയ്യണം. അതായത് അങ്ങനെയുള്ള ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് എക്സ്ക്യൂസുകളൊക്കെ പല ട്രെയിനാണ്. ഡോഗിന് മൂഡില്ല, ഡോഗിന് എങ്ങനെയാണ് മൂഡുണ്ടാവുക, നമ്മൾ നല്ല മൂഡിലാണ്, നമ്മുടെ ഇമോഷൻ നല്ല രീതിയിലാണ്, നമ്മുടെ ഹാർട്ട് ബീറ്റ് നല്ല രീതിയിലാണ്, അങ്ങനെയാണ് നമ്മുടെ ഫെറമോണും നമ്മുടെ ഒക്കെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഡോഗ്സ്. അവർക്ക് മനസ്സിലാവും നമ്മുടെ ഇമോഷൻസ് എങ്ങനെയാണെന്ന്. അതിനനുസരിച്ചിട്ടാണ് ഡോഗ് ഓരോ ട്രെയിനർമാരാണെങ്കിലും നമ്മുടെ അടുത്തൊക്കെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വരെയുള്ളതിൽ നമ്മൾ അധികം പട്ടികളൊന്നും കണ്ടില്ല. പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, സ്ട്രേ ഡോഗ്സുകൾ ഓഫ് ലീഷിൽ നടക്കുമ്പോൾ ഇങ്ങോട്ട് വന്ന് കടിച്ചാൽ എന്താണ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെ കൊണ്ടിട്ട് ഓഫ് ലീഷിൽ നടക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ ഡേയിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഓണേഴ്സും പിന്നീട് ആ ഒരു ഹരാസ്മെൻറ്റ് ഡോഗിനെ വലിക്കുന്നത് അതൊക്കെ ആലോചിച്ചിട്ട് അവർ സ്നേഹം കൊണ്ടാണ് പിന്നീട് ആ ഒരു വലിയ യത്നം അവിടെ നിർത്തും. അതായത് കൊണ്ടുപോയി വാക്കിങ്ങിന് കൊണ്ടുപോകണം. അത് താല്പര്യമില്ല, കാരണം മെൻ്റലി ഫിസിക്കലി അവർ ടയേർഡാവാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇവരുടെ വീഡിയോസുകൾ ലാൻഡ്സ്കേപ്പ് അല്ലാണ്ട് മറ്റുകൊണ്ടിട്ടുണ്ട്. അത് നമുക്കൊരു ചെറിയ ഫുള്ള് വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിലിടാം. അപ്പോൾ നിങ്ങൾക്കത് വാച്ച് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് 10-15 ഡോഗുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യും. അപ്പോൾ നമ്മളത് കണ്ടിന്യൂസ്ലി ചെയ്ത് ഇവിടെയുള്ള ഡോഗ്സിന് മനസ്സിലായി ഇവർ സ്ഥിരം പുള്ളികളാണ്, സ്ഥിരം വരുന്ന ആൾക്കാരാണ്. അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോൾ അവരൊന്നും ഇവിടെ വരില്ല, നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യില്ലേ, അവിടെയൊക്കെ ഡോഗ്സുകൾ കിടക്കുന്നുണ്ടാവും. നമ്മളത് ട്രെയിനിങ് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടേ ഇരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഡോഗുകളും കൂടിയും ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ ഡോഗ് പോവില്ലേ എന്നുള്ള പേടി കൊണ്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അവിടെ നിന്ന് ഡോഗ്സിനെ കാണുന്നു, നമ്മൾ ഫുൾ കോൺഫിഡൻസിലല്ല, പോവില്ലേ എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റും നമ്മുടെ ഇമോഷനും ചേഞ്ചാണ്. ഡോഗ് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഓണർക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ, ഇൻ ഫ്രണ്ട് ഓഫ് കാണുന്നത് ആ ഡോഗ്സിനെയാണ്. അപ്പം വീണ്ടും നല്ല രീതിയിൽ ടെമ്പർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കോൺഫിഡൻസാണ് വേണ്ടത്. ഞാൻ ഈ ട്രെയിനിങ്ങുകളൊക്കെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു ഇതും കൂടി നിങ്ങൾ എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ 10 days പോലും ആയിട്ടില്ല ഇവനെ നമ്മൾ കണ്ടോ ഓഫ് ലീഷിൽ. അതായത് ഈ ഡോഗിൻ്റെ മൈൻഡിൽ ഇവൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്താണെന്ന് പോലും എനിക്കറിയാം, എന്തൊക്കെ ഈ ഡോഗുകൾ ചെയ്യും. അത് നമ്മൾ ഒരു ഡോഗിനെ നമ്മൾ അതിൻ്റെ ബിഹേവിയറിങ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്നതാണ്. അതിലൊരു മിസ്റ്റേക്ക് പോലും പറ്റരുത്. മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ടുകളിലേക്കാണ് പോവുക. കാരണം അവിടെ നമുക്ക് വീണ്ടും ഡീമോട്ടിവേഷനായി ഡോഗ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതല്ല ഡോഗ് ഉദ്ദേശിച്ച് ക്യാച്ച് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് പ്രശ്നത്തിലോട്ട് പോകും. അതായത് ആ ഒരു സ്വഭാവം ഇങ്ങനെയല്ല അങ്ങനെ ഇന്ന് ഡോഗിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുക, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് മാത്രമാണ് ബിഹേവിയറിങ് ഇഷ്യൂസുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. നീ കുറച്ചും കൂടി പിന്നെയും എടുത്തോണ്ടേ. ഈ പോത്തുകളിലെ പോത്തുകൾ ഫസ്റ്റ് ഡേ ആയിട്ട് എക്സ്പീരിയൻസ് चल बेटा hey Naf come Max क्यों Max डॉग कुछ नहीं करेगा. hey Max ആദ്യമായിട്ടാണ് ബ്രൗണി ഈ ഇവരെ കാണുന്നത് കേട്ടോ. പുറത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ല. ഇവൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവന് ഇത്തിരി പേടി കൂടുതലാണ്. പക്ഷെ അന്നേരം കുഴപ്പമില്ല. മുമ്പൊക്കെ കുറച്ച് അവരെ പിന്നാലെ ഓടുന്നതൊക്കെ രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്താൽ മതി. ചില ആൾക്കാരാവുന്നു അയ്യോ പശു വരുന്നു കള വരുന്നു എന്നൊക്കെ പേടിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ നിൽക്കരുത്. സിമ്പിള് കൂളായിട്ട് ആ ഇമോഷനിൽ നമ്മൾ ആ ഹാൻഡിൽ ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിൽ ഡോഗ് കയ്യിലിരിക്കുകയുള്ളൂ. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടേക്ക് വന്ന് ഡോഗ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആകെ വെറും 8ാമത്തെ 9ാമത്തെ ദിവസമായിട്ടുള്ളൂ. അതിൽ തന്നെ പല ആൾക്കാർക്കുള്ള ഒരു ധാരണയുണ്ട് 10 days ഉള്ളിൽ ഡോഗിൻ്റെ ഒബീഡിയൻസും ഒക്കെ കഴിയുമോ ഡോഗ് ട്രെയിൻ ചെയ്ത്. 10 days ഉള്ളിൽ
5 ഡേയ്സിൻ്റെ ഉള്ളിൽ 5 ഡേയ്സ് മതി നോർമലായിട്ടുള്ള ഡോഗുകൾ. ബിഹേവിയറിങ് ഇഷ്യൂസുകളൊക്കെ ഉള്ള ഡോഗ്സിനൊക്കെയാണ് കൂടുതൽ 10 ദിവസവും അതിനായിട്ട് കൂടുതലൊക്കെ വേണ്ടോ. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് ഈ ഒരു ടൈം പീരീഡ് മതി, 5 ഡേയ്സ് മതി. ഇപ്പോൾ ഇവരെ ഫുഡിലുള്ള അഗ്രഷൻ ഇവരെ മുമ്പത്തെ വീഡിയോസുകളിലൊക്കെ അറിയാം. റീസോഴ്സ് ഗാർഡിങ് ചെയ്യാം. പിന്നെ ഡൊമിനൻ്റ് ആവാൻ, അതായത് ഇവിടുത്തെ ഒരു ആൽഫ ക്യാരക്ടർ എടുക്കാൻ നോക്കണം. ആൽഫയായിട്ട് മാറാനുള്ള ശ്രമമാണ് അവൻ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ കൺട്രോൾ ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഇന്നും ഇവിടെയും ഡോഗ്സുകളൊന്നും കാണാനില്ല. ഇപ്പോൾ നമുക്ക് റിട്ടേൺ തന്നെ പോവാം. ഒരു വട്ടം ഒന്ന് പുറത്തും കൂടി ഒന്ന് ഔട്ട് സൈഡിൽ മെയിൻ റോഡിലൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് വരാം. ഇതിങ്ങനെ ഒരു റോ വീഡിയോ ആയിട്ട് എടുക്കണം എന്തിനാണെന്ന് വിചാരിച്ചാൽ ലൈവ് ഇവിടെ ഇടുന്ന സമയത്ത് നമുക്ക് ക്ലാരിറ്റി കിട്ടണില്ലേ. ഇവിടെ റേഞ്ച് ഭയങ്കര കുറവാണ്, ലൈവുകൾ ഇട്ടുണ്ട്. അപ്പോൾ ഒരു ലൈവ് പോലെ തന്നെ നിങ്ങൾക്കത് ഇത് മനസ്സിലാവുമ്പോൾ, ഒരു റോ വീഡിയോയിൽ തന്നെ മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ബ്രൗണി ക്യുക്ക്. ബ്രൗണി കം. Hey, Brownie. Max. Hey. Okay, cute. Brownie, cute. Cute. ഇവന് ഈ പുല്ലിൽ തന്നെ പൊട്ടി ചെയ്യാൻ ഇഷ്ടം. അവിടെ പോയിട്ട് പൊട്ടി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മരമാക്കി. മാക്സിനെ പ്രൊട്ടക്ഷൻ ട്രെയിനിങ് കൂടി ചെയ്യുമെന്നാണ് അവരെ ഓണർ ചോദിക്കുന്നത്. പക്ഷേ നമുക്ക് അതിനുള്ള ചെറിയൊരു ഫൗണ്ടേഷൻ ചെയ്തിടാം. ബാക്കി ഒന്നും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കാം, കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാം. ഒരു കണ്ടിന്യൂസ്ലി അവർ ചെയ്ത് നോക്കിയാൽ മതി, നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മെയിൻ റോഡിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം കേട്ടോ. 1 മണിക്കൂർ അരമണിക്കൂറിനുള്ളിലുള്ള ഇവരെ മോർണിംഗ് സോഷ്യലൈസേഷൻ ട്രെയിനിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്ത്. ഏയ് നാഫ് ഏയ് Enough, Max. Good. Cute. ഇവിടെ 2-3 ഡോഗ്സ് ഉണ്ടാവാറുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇവൻ അതിനായിട്ട് മുമ്പ് അത് ഇഗ്നോർ ചെയ്യണു എന്നുള്ള മട്ടിൽ ഇവൻ പോവുക. ഇനഫ്. ഗുഡ്. ക്യൂട്ട്. ഇവിടെ സൂക്ഷിക്കേണ്ടത് വലിയ വലിയ വണ്ടികളാണ് സൂക്ഷിക്കേണ്ടത്. ഹൈവേ കൂടിയൊക്കെ നമ്മൾ വാക്ക് ചെയ്യുന്ന സമയത്ത് വലിയ വണ്ടികളുടെ സൗണ്ടൊക്കെ ദൂരം നിന്ന് കേൾക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിനായിട്ട് മുമ്പ് തന്നെ കുറച്ചും കൂടി നീങ്ങി നടക്കുക, ഡോഗ്സിനെ ഹോൾഡിലാക്കുക, കൺട്രോളിലാണെന്ന് ഉറപ്പ് വരുത്തുക. കാരണം നമ്മുടെ ഒരു ഇതുകൊണ്ട് തന്നെ വേറെയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. അതായത് ഇനഫ്. ഇപ്പോൾ ബൈക്കിൽ പോകുന്ന ആൾക്കാർ അവർ ഇനഫ് ക്യുക്ക്. ബൈക്കിൽ പോകുന്ന ആൾക്കാർ അവരൊക്കെ വീണുണ്ടെങ്കിൽ അവർക്ക് അപകടങ്ങൾ പറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. 4 വീലൊക്കെ പോലെയല്ല അത്. നഫ് ക്യൂ. ഇവിടെയൊക്കെ റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന പോലത്തെ ഏരിയ കേട്ടോ.
അവിടെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇവരെ കോൺഫിഡൻസോട് കൂടിയിട്ട് ഹാൻഡിൽ ചെയ്യണം. നഫ് കം ബ്രൗണി പുസ്, നമുക്ക് അങ്ങോട്ട് പോവാ. ക്യൂ അങ്ങോട്ട് പോവാ. ഒരു ഗന്നേര നഫ് ദോ ദോ ഗൂഗിൾ പേ ആണ്. ഇവിടെ ഗൂഗിൾ പേ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ഈ ഇവിടെ ഒരു പ്രത്യേക ഏരിയ. नींबू सोडा भी है मेरे को एक नींबू सोडा दे दो नींबू सोडा ओनली नमक डालो मीठा नहीं डालना हाँ गूगल पे है ना गूगल पे സ്കാനർ ഞാൻ പറഞ്ഞില്ലേ സ്കാനറിൻ്റെ ഇവിടെ कितना है भाई नींबू सोडा को कितना है ഇരുപത് എന്ന് പറയുന്നു ആ ലിംബു സോഡ തരുമോ ഇതോ 40 രൂപ ആ ബ്രൗണി സിറ്റ് മാക്സ് സിറ്റ് ബ്രൗണി ഡൗൺ ബോയ് ഗുഡ് ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും കടകളിലൊക്കെ പോകുന്നത് നമ്മൾ ടയേർഡായി നമുക്ക് വെള്ളം കുടിക്കണം അതൊന്നും ഒരു ഇറിറ്റേഷനായി ഇവർ ഒപ്പമുണ്ടല്ലോ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ഹോട്ടലിൽ പോലും നമുക്ക് വെൽ കൺട്രോൾഡ് ഡോഗ് ആണെങ്കിൽ ആ കരിമ്പിൻ്റെ ജ്യൂസിൻ്റെ കടയിലൂടെ നല്ല സീക്വൻസ് ആയിരുന്നു ഒരു 5 മിനിറ്റത്തോളം അവരെ കൺട്രോൾ ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫോണിൻ്റെ സ്പേസ് കഴിഞ്ഞു അപ്പോൾ മറ്റേ ഫോണിലാണ് നമ്മൾ ഇതാക്കുന്നത് അപ്പോൾ ഈ ഫോണിൽ ലൈവ് ഇടാതെ അപ്പോൾ നിങ്ങളാരും നമ്മുടെ ലൈവ് കാണുന്നില്ല എന്ന് വെച്ചാൽ ഒന്ന് ലൈവും കൂടി ഒന്ന് കറക്റ്റായിട്ട് പോയി നോക്കിക്കോളൂ കേട്ടോ ഇവിടെ പക്ഷേ അധികം ക്ലാരിറ്റി ഇല്ല റേഞ്ച് ഭയങ്കര കുറവാണ് അത് കാരണം കൊണ്ട് അധികം ലൈവ് ഇടാത്ത അല്ലെങ്കിൽ നമ്മൾ എല്ലാം ലൈവിൽ വരുമ്പോഴന്നെ ഇടാറുണ്ട് ഫസ്റ്റ് ഡേ തൊട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രൗണിയുടെയും മാക്സിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി അവൻ്റെ നാളത്തെ ഇനി അടുത്ത ഇതിൽ നമുക്ക് ഇവർക്ക് എന്ത് ഫീഡ് കൊടുക്കണം എങ്ങനെയാണ് ഒരു ഫുൾ ഡേ റൊട്ടീൻ ഇവരുടെ പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രൗണി അപ്പോൾ ചെക്കൻ്റെ ഒപ്പം പിന്നീട് നടക്കേണ്ട അപ്പോൾ അവനായിട്ടും കുറച്ച് അറ്റാച്ച്മെൻറ്റൊക്കെ വന്നിട്ടുണ്ട് അവന് എൻ്റെ ഒപ്പം തന്നെ റൂമിലുള്ളതാണ് ഫുൾ ടൈം അവനെ കാണുന്നതാണ് അപ്പോൾ വയ്യാണ്ടായി അപ്പോൾ ഒരു 2.5-3 കിലോമീറ്ററോളം നമ്മളിപ്പോൾ നടന്നുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ തന്നെ 1 കിലോമീറ്റർ അവിടെ ഒരു 1.5 കിലോമീറ്റർ നടന്നുണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ലൈക്കൊക്കെ ആയിട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൗണിയുടെയും മാക്സിൻ്റെയും മോർണിംഗിലുള്ളൊരു ചെറിയൊരു ഇത് ഫുള്ളായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ സ്പേസ് കഴിഞ്ഞ കാരണം അടുത്തൊരു പാർട്ട് നാളെ ഇടാം നമുക്ക് അപ്പോൾ ഓക്കെ ബൈ